നമസ്കാരം. പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ വീരമൃത്യു വരിച്ച ജവാന്റെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചു. സംസ്കാരം ഇന്ന്. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ ആർ വിഷ്ണുവിന്റെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചു. ഇന്ന് 12 മണിക്കാണ് സംസ്കാരം. ഇന്ന് പുലർച്ചെ 1:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം മേയർ ആര്യ രാജേന്ദ്രൻ, കൽപ്പറ്റ MLA ടി സിദ്ദീഖ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ മോർച്ചറിയിൽ എത്തിച്ച ശേഷം മൃതദേഹം പുലർച്ചെയോടെ വിഷ്ണുവിന്റെ പാലോട് നന്ദിയോടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയി. രാവിലെ 10 മണി വരെ വീട്ടിലും തുടർന്ന് നന്ദിയോട് ജംഗ്ഷനിലും വിഷ്ണു പഠിച്ച സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലുണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിലാണ് വിഷ്ണു ഉൾപ്പെടെ 2 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ചത്. കൊച്ചുവേളിയിലെ പ്ലാസ്റ്റിക് കമ്പനിയിൽ തീപിടുത്തം. തീ നിയന്ത്രണ വിധേയമാക്കി. കമ്പനി പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെ. കൊച്ചുവേളി വ്യവസായ മേഖലയിലെ പ്ലാസ്റ്റിക് കമ്പനിയിലുണ്ടായ വൻ തീപിടുത്തം നിയന്ത്രണ വിധേയം. പവർ പാക്ക് പോളിമേഴ്സ് എന്ന പ്ലാസ്റ്റിക് റീസൈക്കിൾ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെ 3:50 സംഭവം നടന്നത്. പ്ലാസ്റ്റിക് കൂനയായതിനാൽ തീ അതിവേഗം പടരുകയായിരുന്നു. ജില്ലയിലെ നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി ഏറെ പണിപ്പെട്ടാണ് തീ അണച്ചത്. കമ്പനിയിലെ ജീവനക്കാരാണ് തീ പടരുന്നത് ആദ്യം കണ്ടത്. 3.5 മണിക്കൂറിലേറെ നീണ്ടുനിന്ന അധ്വാനത്തിന് ശേഷമാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. അതേസമയം കമ്പനി പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിച്ചിരുന്നില്ല എന്നാണ് കണ്ടെത്തൽ. കമ്പനി പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെയെന്നും കണ്ടെത്തി. കമ്പനിക്ക് ഒരു എക്സിറ്റും ഒരു എൻട്രിയും മാത്രമായതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. പത്തിരിപ്പാലയിൽ കാണാതായ 3 വിദ്യാർത്ഥികളെയും കണ്ടെത്തി. പാലക്കാട് പത്തിരിപ്പാലയിൽ നിന്നും കാണാതായ 3 വിദ്യാർത്ഥികളെയും കണ്ടെത്തി. 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ അതുൽ കൃഷ്ണ, ആദിത്യൻ, 7ാം ക്ലാസ് വിദ്യാർത്ഥി അനുരുദ്ധ് എന്നിവരെയാണ് കണ്ടെത്തിയത്. വയനാട് പുൽപ്പള്ളിയിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. പുലർച്ചെ 4:30 കുട്ടികളെ കണ്ടെത്തിയതായി സന്ദേശം ബന്ധുക്കൾക്ക് ലഭിച്ചത്. തുടർന്ന് ബന്ധുക്കൾ വയനാട്ടിലേക്ക് തിരിച്ചു. അയൽവാസികളായ 3 പേരും ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങിയതായിരുന്നു. എന്നാൽ 3 പേരെയും സ്കൂളിൽ കാണാതായതോടെ അധ്യാപകർ രക്ഷിതാക്കളെ വിവരമറിയിച്ചു. തുടർന്ന് കുട്ടികളെ അന്വേഷിച്ച് കണ്ടെത്താനാകാതായതോടെ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. സ്കൂൾ യൂണിഫോമിലാണ് 3 പേരും പോയിരുന്നത്. തിരുവനന്തപുരത്ത് യുവാവിനെ കഴുത്തറുത്ത് കൊന്ന നിലയിൽ. മൃതദേഹം കണ്ടത് കാറിൽ. കേരള തമിഴ്നാട് അതിർത്തിയായ തിരുവനന്തപുരം കളിയിക്കാവിളയിൽ കാറിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലയൻകീഴ് സ്വദേശി ദീപുവാണ് മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു. തമിഴ്നാട് പോലീസിന്റെ പട്രോളിംഗിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ദീപുവിന് തിരുവനന്തപുരം മലയത്ത് ക്രഷർ യൂണിറ്റ് ഉണ്ട്. പുതിയ ക്രഷർ തുടങ്ങുന്നതിനായി JCB മറ്റും വാങ്ങുന്നതിനായി 10 ലക്ഷം രൂപയുമായി കോയമ്പത്തൂരിലേക്ക് പോയതാണെന്നാണ് വീട്ടുകാരുടെ മൊഴി. മോഷണ ശ്രമത്തിനിടെയുള്ള കൊലപാതകമാവാം എന്നാണ് പോലീസ് സംശയം. ദീപുവിന്റെ മൃതദേഹം കുഴിത്തറ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. തക്കല SP നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. പെൻഷൻ മസ്റ്ററിംഗ് ഇന്നു മുതൽ. ചെയ്യാത്തവർക്ക് പെൻഷൻ ലഭിക്കില്ല. സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ മസ്റ്ററിംഗ് ഇന്ന് തുടങ്ങും. സംസ്ഥാനത്ത് 2023 ഡിസംബർ 31 വരെ സാമൂഹിക ക്ഷേമനിധി പെൻഷൻ അനുവദിച്ച ഗുണഭോക്താക്കൾക്കാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ ഓഗസ്റ്റ് 24 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിൽ അംഗീകൃത സേവനത്തുക നൽകി ഗുണഭോക്താക്കൾക്ക് നടപടി പൂർത്തിയാക്കാം. ചെയ്യാത്തവർക്ക് ഭാവിയിൽ പെൻഷൻ ലഭിക്കില്ല. അതേസമയം കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ സൗകര്യമൊരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു.